നയതന്ത്ര തലത്തിൽ കടുത്ത നടപടിക്ക് ഒരുങ്ങുകയാണ് ഇന്ത്യ എന്നുള്ള ചില സൂചനകളാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം തന്നെ വിച്ഛേദിക്കുന്ന തരത്തിലുള്ള ചില നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ തന്നെ നിരവധി ഘട്ടങ്ങളിൽ ഇന്ത്യ ഇത്തരത്തിൽ ചില നടപടികൾ സ്വീകരിച്ചിരുന്നു. 2016 2020 തന്നെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയുടെ നയതന്ത്രജ്ഞരെ പിൻവലിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയിരുന്നു. മാത്രമല്ല എയർ ഇന്ത്യ വിമാനവും തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട സംഭവത്തിലാകട്ടെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ഉന്നതനായ പാകിസ്ഥാന്റെ നയതന്ത്ര ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി തവണ ഇത്തരത്തിൽ ഉള്ള നടപടികളിലേക്ക് ഇന്ത്യ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഈ നയതന്ത്ര തലത്തിൽ തന്നെ ചിലപ്പോൾ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണുള്ളത്. പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് വൈകിട്ട് കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയുടെ യോഗത്തിൽ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. അവിടെയുള്ള നയതന്ത്രജ്ഞരെ പിൻവലിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യ പരിശോധിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല സിന്ധു നദീജല കരാറിൽ നിന്നും പിന്മാറുന്നതടക്കമുള്ള കാര്യങ്ങളും ഇന്ത്യ ചിലപ്പോൾ ചർച്ച ചെയ്യും എന്നുള്ള ചില സൂചനകളാണ് വരുന്നത്. വലിയ തോതിലുള്ള നടപടികൾ നയതന്ത്ര തലത്തിൽ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു പ്രതികരണത്തിലേക്ക് ഇന്ത്യ പോകുമെന്നുള്ള ചില സൂചനകളാണ് വരുന്നത്. ഇന്ത്യ നേരത്തെ സംഘർഷങ്ങളുണ്ട് അതിർത്തിയിലൊക്കെ. 3 യുദ്ധങ്ങൾ പക്ഷേ ഈ കരാർ അതിജീവിച്ചിട്ടുണ്ട്. ആ സമയത്തൊന്നും ഈ കരാറുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങളുമില്ല. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ 2 രാജ്യങ്ങൾ തമ്മിൽ ഇത്രയും സമാധാനത്തോടെ വെള്ളം പങ്കിടുന്നൊരു ട്രീറ്റ് വേറെ ഇല്ലതാനും. തീർച്ചയായും ഇന്ത്യ അതടക്കമുള്ള കാര്യങ്ങൾ പുനഃപരിശോധിക്കുന്നു എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. അതായത് ഇത് അടയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കടുത്ത തോതിൽ നയതന്ത്ര തലത്തിൽ നടപടികൾ വേണം എന്നുള്ള തന്നെയാണ് ഇപ്പോൾ വരുന്ന സൂചന. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശത്ത് നിന്ന് വന്നിറങ്ങി നടന്ന ആദ്യ വിലയിരുത്തലിൽ ഒപ്പമുണ്ടായിരുന്നത് വിദേശമന്ത്രി എസ് ജയശങ്കറും അതോടൊപ്പം തന്നെ വിദേശ സെക്രട്ടറി വിക്രം മിശ്രയുമായിരുന്നു. അപ്പോൾ ഒരു സേനാ തലത്തിലുള്ള ഒരു നടപടി അല്ലെങ്കിൽ ഒരു സൈനിക നടപടിയിലേക്ക് പോകുന്നതിന് മുമ്പ് നയതന്ത്ര തലത്തിലുള്ള സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തിക്കൊണ്ട് അതിൽ എന്തെങ്കിലും കടുത്ത നടപടിക്കുള്ള സാധ്യതകൾ കൂടി പരിശോധിക്കാനാണ് ഇപ്പോൾ ഇന്ത്യ ആലോചിക്കുന്നത്. അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിരവധി തവണ നമ്മൾ ഇത്തരത്തിൽ നയതന്ത്രജ്ഞരെ പിൻവലിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യ നടത്തിയിട്ടുണ്ട്, നടപ്പാക്കിയിട്ടുണ്ട്. അതിൽ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണർ പിൻവലിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് ചിലപ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെയുള്ള ഹൈക്കമ്മീഷൻ അടയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യും. ശരി, കടുത്ത നടപടിയിലേക്ക് രാജ്യം നീങ്ങുകയാണ്. നയതന്ത്ര തലത്തിൽ തന്നെ നടപടികൾ ശക്തിപ്പെടുത്താൻ അല്ലെങ്കിൽ കടുപ്പിക്കാനാണ് ഇപ്പോൾ ഇന്ത്യ ഒരുങ്ങുന്നത്. നമുക്ക് അർജുൻ പീതാംബരൻ കൂടി ഒപ്പം ചേരുന്നുണ്ട്. അർജുൻ, ഈ നയതന്ത്ര തലത്തിലും മറ്റും എല്ലാ തരത്തിലും സമ്മർദ്ദം പാകിസ്ഥാന് മേലെ വരുമ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ എല്ലാം കൊണ്ടും ദുർബലമായ ഒരു രാജ്യമാണെന്ന് വേണം പറയാൻ. എല്ലാ തരത്തിലും അരക്ഷിതാവസ്ഥയും അരാജകത്വവും നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ഒരുപക്ഷെ അത് താങ്ങാവുന്നതിലപ്പുറമായിരിക്കും. ആ തരത്തിലേക്ക് സമ്മർദ്ദം ചെലുത്തി ഒരു നടപടിയാണോ ഇന്ത്യ ലക്ഷ്യമിടുന്നത്? അങ്ങനെയാണോ നമ്മൾ കരുതേണ്ടത്? തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ എങ്ങനെ ഈ തിരിച്ചടി എങ്ങനെ വേണമെന്നുള്ള കാര്യമാണ്, പ്രത്യാക്രമണം എങ്ങനെ വേണമെന്നുള്ള കാര്യം തന്നെയാണ് കേന്ദ്രം ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ നയതന്ത്ര തലത്തിൽ ഏതൊക്കെ രീതിയിൽ പാകിസ്ഥാനെ ദുർബലപ്പെടുത്താമെന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് അത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. എന്തായാലും വൈകിട്ട് 6 മണിക്കാണ് മന്ത്രിസഭ ഉപസമിതി യോഗം ചേരുന്നത്. സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും, ഇത്തരത്തിൽ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ ദുർബലപ്പെടുത്തുക, അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളിലടക്കം ഒരു സൂചന ഒരുപക്ഷെ വൈകിട്ടത്തെ യോഗത്തിന് ശേഷം ലഭിച്ചേക്കും. അത്തരത്തിലുള്ള നടപടികൾ എന്താണ് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഉറ്റുനോക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ പേൽഗാം ആക്രമണത്തിന് പിന്നാലെ ലോക ശ്രദ്ധ ഇന്ത്യക്ക് മുകളിൽ വന്നിട്ടുണ്ട്. അത് വലിയ രീതിയിൽ ഇന്ത്യക്ക് തിരിച്ചടിക്കാനുള്ളൊരു അവകാശമുണ്ട് എന്നുള്ള കാര്യം വിളിച്ചു പറയുന്നതാണെങ്കിൽ പോലും അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് വളരെയധികം പ്രധാനമാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യയെ ഉറ്റുനോക്കുന്നുണ്ട്. ഇന്ത്യ ഈ കാര്യത്തിൽ ഏത് തരത്തിലായിരിക്കും പ്രതിരോധിക്കുക, പ്രത്യാക്രമണം നടത്തുക എന്നുള്ള കാര്യം എന്തായാലും ലോകം മുഴുവൻ വീക്ഷിക്കും. ആ ഒരു ഘട്ടത്തിൽ അത് ശരിയായ രീതിയിൽ തന്നെ നടത്തുക എന്നുള്ള കാര്യമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. അതിന്റെ കാര്യങ്ങളടക്കം ഇപ്പോൾ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ ദുർബലപ്പെടുത്താൻ പോവുകയാണ്. പലതരത്തിലുള്ള ആലോചനകൾ ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നയതന്ത്ര ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കുക എന്നുള്ളൊരു ആലോചന. അതോടൊപ്പം തന്നെ സിന്ധു നദീ കരാർ അതും പൂർണ്ണമായും നിർത്തലാക്കുന്നതും ആലോചനയിലുണ്ട്. ആലോചനാ ഘട്ടത്തിലാണ് ഇപ്പോൾ എല്ലാം ഉള്ളത്.